മാർച്ച് 1 നോമ്പുകാലത്തിലെ 2-ാം വാരത്തിലെ വെള്ളിയാഴ്ച. മത്തായി 21:33 മുതൽ 43 വരെയും 45ഉം 46ഉം വാക്യങ്ങൾ. ഇന്ന് യേശുനാഥൻ മറ്റൊരു ഉപമയാണ് പറയുന്നത്. ഈ ഉപമ ഒരു ഭൂ ഉടമയെയും അവൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ചുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ വായനയിലെ കുടിയാന്മാർ അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർ ദൈവജനത്തെ പരിപാലിക്കാൻ ചുമതലപ്പെടുത്തിയ ഇസ്രായേലിലെ ഫരിസേയരും നിയമജ്ഞരും ആയിരുന്നു. എന്നിട്ടും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രവർത്തനം ഉണ്ടായില്ല. മറുവശത്ത് അവർ നിരസിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത പ്രവാചകന്മാരെയാണ് ദാസന്മാർ എന്ന് പരാമർശിക്കുന്നത്. തീർച്ചയായും യേശു ദൈവപുത്രനായിരുന്നു. അവനെയും അവർ നിരസിക്കുകയും പിന്നീട് ക്രൂശിക്കുകയും ചെയ്തു. കാലാകാലങ്ങളിൽ ശാസ്ത്രിമാരെയും ഫരിസേയരെയും യേശു കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ യേശുവിൻ്റെ സമൂലമായ കാഴ്ചപ്പാടിനെ വിമർശിച്ചു. അവനെ ആക്രമിക്കാൻ അവർ എപ്പോഴും യേശുവിൽ കുറ്റം അന്വേഷിക്കുകയായിരുന്നു. മതിയായ കാരണങ്ങൾ കണ്ടെത്തിയപ്പോൾ അവർ അവനെ കൊല്ലാൻ പദ്ധതിയിട്ടു. അവരെക്കുറിച്ചുള്ള സത്യത്തെ അഭിമുഖീകരിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് സത്യത്തിൻ്റെ ദൂതന്മാരെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത്. സത്യത്തിൻ്റെ സന്ദേശവാഹകനാകുന്നത് എളുപ്പമല്ല എന്ന് ഇന്നത്തെ ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. ചരിത്രത്തിൽ ദൈവത്തെയും അവൻ്റെ പുത്രനായ യേശുവിനെയും കുറിച്ചുള്ള സത്യത്തിൻ്റെ സന്ദേശവാഹകരായി പ്രവർത്തിച്ചവർ രക്തസാക്ഷികളായി മാറി. അതാണ് പ്രവാചകന്മാരുടെയും മിഷണറിമാരുടെയും ജീവിത കഥകൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ടും പണിക്കാർ നിരസിച്ച കല്ല് തന്നെ മൂലക്കല്ലായി മാറുന്ന കാഴ്ച നമുക്ക് കാണാം. യേശു തന്നെ ദൈവരാജ്യ പദ്ധതിയുടെ മൂലക്കല്ലായി മാറി. ആ പദ്ധതി ഇപ്പോഴും തുടർന്നുകൊണ്ട് പോവുകയാണ്. താൻ കൊല്ലപ്പെടുമെന്ന് യേശുവിനറിയാമായിരുന്നു. എന്നിട്ടും അവൻ തൻ്റെ ആഹ്വാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. ജനങ്ങളെ പഠിപ്പിക്കുകയും അവരോട് പ്രസംഗിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ വിളിയോട് സത്യസന്ധത പുലർത്താനുള്ള ശക്തി യേശുവിനോട് യാചിക്കാം. അത് എന്തു തന്നെയായാലും യേശു നമ്മോടൊപ്പം നടക്കുകയും നമ്മെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കാം. ഇന്നും എല്ലാ ദിവസവും നമുക്കും യേശുവിനോടൊപ്പം നടക്കാം. നമ്മൾ വിമർശിക്കപ്പെടാം, എതിർക്കപ്പെടാം, കൊല്ലപ്പെടാം. പക്ഷേ മുന്തിരിത്തോട്ടത്തിൽ ദൈവമഹത്വത്തിനായി ഫലം കായ്ക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ നന്മ പ്രവൃത്തികൾ തുടർന്നുകൊണ്ട് പോകാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.